ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ദേവിക, എന്താ ഇവിടെ? ഞാനൊരു സ്ഥലം വരെ പോയതാ. എന്നാ കേൾക്കോ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. അല്ല, ബാഗൊക്കെ ഉണ്ടല്ലോ കയ്യില്. എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുന്ന വഴിയാണോ? അത് വീട് ആ ഭാഗത്തല്ലേ, പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നേ? ഞാൻ യാത്ര കഴിഞ്ഞിട്ട് വരുന്നല്ല, യാത്ര പോകുന്ന വഴിയാ. എങ്ങോട്ട്? ടൂറാ. സ്ഥലം പഴനി. ആദ്യം പഴനിയില്. എന്തൊക്കെയാ ദേവിക പറയുന്നേ? എവിടെ വീടേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, താങ്ക്സ്. ആ പോക്കത്ര പന്തിയല്ലല്ലോ വിശാൽ സാറേ. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്ന സ്ത്രീകളില്ലേ, അതുപോലെ തോന്നും ആ മുഖം കണ്ടിട്ട്. കയ്യിലാണെങ്കിൽ ഒരു ബാഗും ഉണ്ട്. ആരെങ്കിലും വിവരം അറിയിക്കുന്നത് നല്ലതായിരിക്കും. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ വിശാലാണ്. എന്താ വിശാലേ? ഇവിടെ വഴിയിൽ വെച്ച് ഞാൻ ദേവികയെ കണ്ടായിരുന്നു. ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ബാഗൊക്കെ ഉണ്ടായിരുന്നു കയ്യില്. ദേവികയുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. ഒരു കാര്യം ചെയ്യ്, ദേവികയുടെ അടുത്ത് തന്നെ നിൽക്ക്. ഞാൻ സിദ്ധുവിനെ വിളിച്ച് വിവരം പറയാം. ഒരു കാരണവശാലും ദേവിക എങ്ങോട്ടും വിടരുത്. അല്ല, ദേവിക ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഒന്ന് അന്വേഷിക്കേ. എന്തായാലും അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. വിശാല് പറയുന്നത് കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ദേവിക്ക് ഒരു അപകടവും പറ്റരുത്. അത് ഉറപ്പാക്കേണ്ടത് വിശാലിന്റെ ജോലിയാ. ശരി ഡോക്ടർ. കേറ്. ഹലോ ഡോക്ടർ. സിദ്ധു, വിശാല് വിളിച്ചിരുന്നു. അവനൊരു ഇൻഫർമേഷൻ തന്നു. ദേവിയേക്കൊന്നും സംഭവിക്കരുത് സിദ്ധു. അതിനാ ഞാൻ സിദ്ധുവിനെ വിളിച്ചത്. ഡോക്ടർ പേടിക്കണ്ട, ദേവിക്ക് ഞാൻ രക്ഷിച്ചിരിക്കും. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിരഞ്ജൻ? ഒരാളൊരു അപകടത്തിൽപ്പെടുമ്പോൾ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കരുതെന്നാണോ സാറ് പറയുന്നത്? അയാൾ നമ്മുടെ ശത്രുവാണെങ്കിൽ ഒരിക്കലും രക്ഷിക്കാൻ ശ്രമിക്കരുത്. ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച പാഠം അത്. എന്റെ രീതി അതല്ല സർ. ഞങ്ങൾ കാരണോ ആ പാവം ദേവിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത്. സുധി ജീവിച്ചിരുന്നെങ്കിൽ ദേവികയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. ഞങ്ങളല്ലേ ദേവികയെ ഈ ഗതിയിൽ എത്തിച്ചത്. ആരെങ്കിലും സഹായിക്കാനൊരു അവസരം കിട്ടുമ്പോൾ ചാടി ഇറങ്ങുന്ന സ്വഭാവം നിന്റെ മോന് പണ്ടേ ഉണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വിളിച്ച് പറയരുതെന്ന് പറഞ്ഞേക്കണം നിന്റെ മോനോട്. ഇത് പഞ്ചായത്ത് ഓഫീസോ പോലീസ് സ്റ്റേഷനോ ഒന്നുമല്ല. വഴിയെ പോകുന്നവരുടെ സങ്കടങ്ങൾ വിളിച്ചു പറയാൻ. അപ്പൊ സ്വാമി ഇടപെടുന്നതോ? സ്വാമി ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? സ്വാമിക്ക് ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. ദേവിക അന്യൊന്നും അല്ല, ഞങ്ങളുടെ ശത്രുവല്ല. ദേവികയ്ക്കൊരു ആപത്ത് വന്നാ ഞങ്ങൾ സഹായിക്കും, അതിലൊരു സംശയം വേണ്ട.
ദേവിക, ദേവിക, ആ. ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? കണ്ടു കിട്ടിയത് ഭാഗ്യം. എന്തിനെന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്കറിഞ്ഞൂടെ പോവാൻ. ആ, ദേവിക എവിടെ പോകുന്നു പറഞ്ഞേ? പഴനി. എവിടുന്ന പോകുന്നേ? ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ആ, അതിന് ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തല്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? പറ ദേവിക. ഇവിടെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടോ? പണ്ട് ഈ ശീലം ഉണ്ടായിരുന്നില്ലല്ലോ, ഈ നുണ പറയുന്നത്. ഇപ്പൊ അതും തുടങ്ങിയോ? ഞാനെന്തായാലും വിവരം അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ ഉടനെ ഇവിടെത്തും. എന്റെ അനുവാദമില്ലാതെ എന്തിനാ വിശാൽ അങ്ങനെ ചെയ്യാൻ പോയത്? ആ, ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ. പരിചയമുള്ള സ്ത്രീയെ റോഡിൽ വെച്ച് കണ്ട, അതും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദേവികയാണെങ്കിൽ എന്ത് ചെയ്താനെ? അത് ഞാനും ചെയ്തോളൂ. വേണ്ടായിരുന്നു വിശാൽ, എന്നെ എന്റെ പാട്ടിന് വിട്ടാൽ മതിയായിരുന്നു.